ഞേ, എന്തു പറ്റിയടാ? മരത്തിലിടിച്ചോ? അതെങ്ങനെ? ഞേ, ടിം, അറിഞ്ഞാണോ? അതല്ലടോ, മൂക്കുമുട്ടിക്കുന്ന കളിയെ പറ്റി കേട്ടപ്പോ ഒരു വിദ്യ ഓർമ്മ വന്നു. മൂക്കുമുട്ടി തളിക. ഹിഹി. ആ തളികയെ ആരെങ്കിലും മൂക്കുമുട്ടിച്ചാൽ തളിക കാട്ടുപോത്തായി മാറും. ഇതിനകത്ത് എവിടെയോ ഉണ്ട്. കിട്ടി. വാ, ഇതാ പിള്ളേരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. രണ്ടിനെ കാട്ടുപോത്ത് ശരിയാക്കും. ഹിഹി. ഇതിൽ കുറച്ചു തേൻ പുരട്ടാമടാ, അല്ലെങ്കിൽ ശർക്കര ഒഴുക്കി പുരട്ടാം. മണം കിട്ടും. വൈകാതെ. എന്താടാ കുന്തം ആയത്? എങ്കിൽ താഴ്ന്നു പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ റിസ്ക്. ഇത് ഓക്കെ, പ്രശ്നമായാലും വേഗം താഴെ എത്താം. ഓ, മൂക്കുമുട്ടി തളികയാണല്ലോ. മൂക്കുമുട്ടിക്കാൻ ഒരു ചങ്ങാതി താഴെയുണ്ട്. ഇതെന്തോ പെരും പാമ്പോ? അത് മായാവിയുടെ വിദ്യയായിരുന്നു. പ്ലേറ്റിൽ തൊട്ടു ചതിച്ചോ? തുമ്പിക്കൈ ഇവന്റെ മൂക്കല്ലേ? അയ്യടോ, നല്ല ശർക്കരയുടെ മണം. തളികയിൽ മൂക്ക് മുട്ടിയതോടെ അമ്മോ! ഇതെന്താ, മേഘത്തിനൊക്കെ ഇന്നു നല്ല സ്പീഡാണല്ലോ. നിയന്ത്രണം പോകുന്നു. ഇതെന്തു പറ്റി? ഓ, പമ്പരമേഘം. പമ്പരം കറക്കി എന്തും പറത്തുന്ന ഭീകരൻ. വെറുതെ അല്ല എന്റെ കൺട്രോൾ പോയത്. ഇവനെ ഒതുക്കണം, അല്ലെങ്കിൽ മറ്റു മേഘങ്ങളെയെല്ലാം ഇവൻ ദൂരേക്ക് പറത്തും. പമ്പരമേഘത്തെ മായാവി മാത്രമല്ല കണ്ടത്. പമ്പരമേഘം, അവൻ സകലതും പറത്തും. ലുട്ടോപ്പി അവന്റെ മുന്നിൽ പെടാതിരുന്നാൽ മതി. പെട്ടാൽ ആ കാറ്റിൽ അവൻ കൺട്രോൾ പോയി താഴെ വീഴും. എങ്ങോട്ടാ പോയത്? ചുമ്മാ കറങ്ങി വരാമെന്ന് പറഞ്ഞു പോയതാ. വിളിച്ചു നോക്കാം, പക്ഷേ കിട്ടുന്നില്ല. സ്വിച്ച് ഓഫാ. ഇവനെ തുരത്താൻ വഴിയൊന്നുമില്ലേ കുട്ടൂസ? പമ്പരത്തിന് കറക്കം നിർത്തണം, അതേയുള്ളൂ വഴി. ബലമുള്ള എന്തെങ്കിലും പമ്പരത്തിന്റെ ഇടയിൽ തടസ്സമായി വെക്കണം. പക്ഷേ അതത്ര എളുപ്പമല്ല. നല്ല ശക്തിയിലോ കറക്കം. ആ വഴി മായാവിക്കും അറിയാമായിരുന്നു. പമ്പരം നിർത്താൻ എന്തെങ്കിലും സംഘടിപ്പിക്കണം. വഴി കിട്ടി. ഒരു സൂത്രമുണ്ട്. ഓം ഹ്രീം കൊടുകുടുകുന്തം നീളൻ കുന്തം. അടുത്ത നിമിഷം പേടിക്കണ്ട ലുട്ടാപ്പി, കുന്തം നമുക്ക് എടുക്കാം. പമ്പരം നിന്നതോടെ മേഘം സ്ഥലം വിട്ടു. ഒരു ദിവസം രാവിലെ
എടാ ലുട്ടാപ്പി, പത്രം നോക്കടാ. ഏ ഓ, ഇതാ സംഭവം. കല്ലുകളുടെ ദേശാടനം. ചിലപ്പോൾ ചില കല്ലുകൾ മറ്റു നാട്ടിലേക്ക് പറന്നു പോകും. വേണം, പക്ഷെ കുട്ടിച്ചാത്തന്മാർ തൊട്ടാൽ കല്ല് താഴെ ഇറങ്ങും. പിന്നെ 10 മിനിറ്റ് വിശ്രമിച്ചിട്ടേ പറക്കും. വേണമെങ്കിലൊന്ന് പരീക്ഷിച്ചോ. കുന്തത്തിൽ കുറച്ച് എണ്ണ പുരട്ടി നോക്ക്, ചെലപ്പോ വറക്കാവും. ഇതെന്താ കുന്തത്തെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാണോ? ഓ, വലിയ തമാശ. അപ്പൂപ്പ, ഒരു ചിരി കൊടു. എന്നിട്ട് എവിടെ മായാവി? പുറത്തൊരു കല്ലിൽ മെച്ചിരിക്കുകയാ. കല്ലോ, വേഗമെടുക്ക്, ആ കല്ല് പറക്കും. അയ്യോ, ദേ പുറപ്പെട്ടു. പിടിച്ചോ. അയ്യോ, അയ്യോ, പോയിടങ്ങനെ താഴെ ഇറക്കടാം. അതെങ്ങനെ? കുന്തം കേടല്ലേ? ഇനിയിപ്പോ ദേശാടനമൊക്കെ കഴിഞ്ഞ് വരട്ടെ. താഴെ ഇറക്കണേ. അയ്യോ, എവിടെയെങ്കിലും ഒളിക്കാം. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. 2 ആഴ്ച മുമ്പ് എന്നെ അടിച്ചിട്ട് ഓടിയ കാളയാ ഇന്ന് വീണ്ടും പിന്നാലെ വന്നു. കുന്തത്തിൽ കയറി പറന്നാൽ പോരായിരുന്നു. കുന്തം കേടാ, സ്റ്റാർട്ട് ആവുന്നില്ല. കാളയ്ക്ക് എന്നോട് എന്തോ മുൻവൈരാഗ്യമുള്ളത് പോലെയാ. എടോ, അത് നിന്റെ ഈ ചുവന്ന നിറം കണ്ടിട്ടാവും. എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെടാ. ഡോണ്ട് വെറി. എന്നെ ഓട്ടം കണ്ട് ചിലർ കമന്റ് അടിച്ചേനെ ഞാൻ ഓടിയ വഴിക്ക് പുല്ല് മുളക്കില്ല എന്ന്. എന്താ അപ്പൂപ്പൻ ആലോചിക്കുന്നത്? ഓടിയ വഴിക്ക് പുല്ല്, അത് തന്നെ വഴി. അങ്ങനെ ഒരു മാന്ത്രിക മരുന്ന് ഉണ്ടടാ. ആ, കിട്ടി. ഇത് കാലിൽ പുരട്ടി ഓടുന്ന വഴിയിൽ നീളൻ പുല്ല് മുളയ്ക്കും. അതുകൊണ്ട് എടോ, കാള വരുമ്പോ ഇത് കാലിൽ പുരട്ടി ഓടിയാൽ പോരെ. കാള പുല്ലും നിന്നോളും, നീ രക്ഷപ്പെടും. അത് സൂപ്പർ. അപ്പൂപ്പ, വേറൊരു ഐഡിയ. ഞാൻ ഈ മരുന്ന് കാലിൽ പുരട്ടി ആ രാജുവിന്റെ രാധയുടെ വീടിന് ചുറ്റും ഓടിയാലോ? മുറ്റത്ത് പുല്ല് വളർന്നാൽ അവർക്കൊരു ശല്യമാകുമല്ലോ. ശരിയാ, പിള്ളേരെ ശല്യപ്പെടുത്താനുള്ള ഒരവസരവും നമ്മൾ കളയരുത്. ഓഹോ, അതാണോ പരിപാടി? എന്നാ പിന്നെ വൈകണ്ട, മരുന്ന് പുരട്ടിക്കോ. ഇപ്പോഴേ പുരട്ടണോ? അവിടെ ചെന്നിട്ട് പോരെ? പുരട്ടിക്കോ, എന്നിട്ട് കുന്തത്തിൽ പറന്നു ചെന്ന് ഇറങ്ങിയാൽ മതി. ശരിയാ, ചുമ്മാ മരുന്ന് കുപ്പി കൊണ്ടുപോകേണ്ടല്ലോ. പുരട്ടി ഇനി ഓടുമ്പോൾ പുല്ല് വളരും അല്ലേ? നടന്നാലും വളരും, പൊക്കം കുറഞ്ഞ പുല്ല്. ഒരു സൂത്രമുണ്ട്. ആദ്യം വാതിലടച്ച് പുറത്തു നിന്ന് പൂട്ടാം. ഓരോ വാതിലടച്ചത്. ഇനി ഈ ചങ്ങാതിയെ അകത്തേക്ക് കയറ്റി വിടാം. എടോ, ഓടല്ലടാ, പുല്ല് വളരും. ഓടാതെ പറ്റില്ല, എനിക്ക് എലിയെ
പറഞ്ഞത്? പറ്റുന്നില്ല, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാ. അയ്യോ, ഇനി വാതിൽ തുറക്കാം. ഹഹാ, മണ്ടോ, ഈ പുല്ല് മുഴുവൻ പറിച്ചു കളഞ്ഞിട്ട് പോടാ. ഒന്ന് വേഗം വിടടാ, നേരം വൈകി. ഇതിന് ഈ സ്പീഡേ കിട്ടൂ. നിർത്ത് നിർത്ത്. ചേട്ടാ, സ്പീഡിൽ വിടാൻ പറഞ്ഞിട്ട്. ആ മരം കണ്ടോ? ഏ? ഇതെന്താ മുള്ളമ്പന്നി മരമോ? മനസ്സിലായിടോ, അവൻ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഓർക്കിപ്പൻ ചാത്തൻ. അതേത് പയ്യൻ? അവൻ ചവിട്ടിയാൽ എവിടെയും മുള്ളു മുളയ്ക്കും. ഏ? എങ്കിൽ അവൻ നടക്കുന്ന വഴിയിലൊക്കെ മുള്ളു വരില്ലേ? ഇല്ല, അവൻ ചെരുപ്പിട്ടേ നടക്കൂ. അന്നേരം ചെരുപ്പിൽ മുള്ളു മുളയ്ക്കില്ലേ? ഇല്ലടാ, അത് സ്പെഷ്യൽ ചെരുപ്പാ. അതാ വരുന്നു. ഓർക്കിപ്പയ്യ, എന്നെ മനസ്സിലായോ? അത് കുട്ടൂസൻ അപ്പൂപ്പനല്ലേ? അതെ അതെ. ഓർക്കിപ്പയ്യ, ചെരുപ്പൂരി എവിടെയെങ്കിലും ഒന്ന് ചവിട്ട്, ഇവനൊന്ന് കാണട്ടെ. അതിനെന്താ, പിടിച്ചോ? ദക്ക്. മുള്ളങ്കല്ല്. ഹിഹി. തിരക്കില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ? രണ്ടു പിള്ളേരുടെ മുതുകത്ത് ചവിട്ടാനാ. അത് നിനക്ക് മനസ്സിലായി അല്ലേ? അത് മനസ്സിലാവാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. പോർക്കിപ്പയ്യനാണല്ലോ കൂട്ട്. ഓം ഹ്രീം വാൽ നീളട്ടെ. ഏയ്, അയ്യോ, എന്റെ ചെരുപ്പ്. എന്റെ ചെരുപ്പ് താടാ. അയ്യോ, ഇത് ഞാനല്ല. നീ അല്ലെന്നോ? ഇത് നിന്റെ വാലല്ലേ? എടാ, ഒറ്റക്കാലിലാ ഞാൻ. താടാ ചെരുപ്പ്. അയ്യോ, വാലെന്റെ കൺട്രോളിലല്ല. തരാൻ പറഞ്ഞാൽ തരണം. ദും. അയ്യോ, ചവിട്ടല്ലേ. ചതിച്ചു. എടോ, സഡം ബ്രേക്ക് ഇടല്ലേ, ഇരിക്കുന്നത്. ഡോങ്കിന് എന്തോ സർപ്രൈസും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. അമ്മമ്മയുടെ സർപ്രൈസ് അല്ലേ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഇതേതോ ഈ വമ്പൻ തത്ത? എല്ലാം പറയാം. ആദ്യം ഇവനെ മടക്കി അയക്കട്ടെ. അതിന് ഈ സൺഗ്ലാസ് ഊരണം. തത്ത ചെറുതാവുന്നു. ഇനി പോയിക്കോ. ദേ പോയി. ഇത് കിളികളെ വാഹനമാക്കുന്ന സൺഗ്ലാസാ. സൺഗ്ലാസ് വെച്ച് ഏതു പക്ഷിയെ നോക്കിയാലും അത് വലുതായി നമ്മുടെ അടുത്ത് വരും. പിന്നെ അതിന്റെ പുറത്തു കയറി എങ്ങോട്ട് വേണമെങ്കിലും പോകാം. സൺഗ്ലാസ് ഊരിയാൽ പക്ഷി ഏതുപോലെയാകും. ചുരുക്കി പറഞ്ഞാൽ ഈ മണ്ണന്റെ കുന്തം എനിക്കിനി ആവശ്യമില്ല. കിളിയുടെ പുറത്തു നിന്ന് വീണ് മുതുകൊടിഞ്ഞാലും ഇത് തന്നെ പറയണം. ഈ വിദ്യ ഒന്നുകൂടി കാണിക്കിടോങ്കിനി. നമുക്കൊന്ന് നടന്നു നോക്കാം. അങ്ങനെ ഒരു പൊന്നാനിരിക്കുന്നു, അതിനെ വലുതാക്കാം. പൊന്മാൻ വലുതായി ഇങ്ങോട്ട് വരുന്നു. സൂപ്പർ. ഒരുമിച്ച് പോകാം. അയ്യടോ, ഇത് കലക്കി. അത് നോക്ക്, അത് മായാവിയല്ലേ? നല്ല ഉറക്കമാ. പൊന്മാൻ വണ്ടി വേഗം അങ്ങോട്ട് വിട്ടോ. എന്നതായി? അയ്യോ, കൊതിയേതോ മീനിനെ കണ്ടു. അയ്യോ, സൺഗ്ലാസ് വെള്ളത്തിൽ പോയി. അതോ പൊന്മാനും പോയി. വെയിലത്ത് കുന്നം ഓടിച്ച് തളർന്നു. ഒന്ന് വിശ്രമിക്കാം. നല്ല സൂപ്പർ തണൽ, ഇവിടെ ഇരിക്കാം. ഇതെന്താ
ലുട്ടാപ്പി വേരിൽ ചവിട്ടിയതും. അയ്യോ അമ്മോ എന്നെ മരം തിന്നേ. അമ്മോ മരച്ചിൽ. ഓ ഓ ഓ ജയിലല്ലോ എന്റെ വയറോ. മരം സംസാരിക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് നീ ദഹിക്കും. അയ്യോ എനിക്ക് നയിക്കാൻ ഇഷ്ടമല്ലേ. ഹലോ ഹലോ അപ്പൂപ്പ എന്നെ ഒരു മരം തിന്നു. 1 മണിക്കൂർ കഴിഞ്ഞാൽ നയിക്കും. വേഗം വാ. അത് വേറാളി ഭൂതമാണ്. പേര് തൊട്ടാൽ തൊട്ടവൻ മരത്തിന്റെ വയറ്റിലെത്തും. അയ്യോ അപ്പൂപ്പ വേഗം വന്ന് രക്ഷിക്കാപ്പൂപ്പ. 1/2 മണിക്കൂറിനുള്ളിൽ മറ്റാരെങ്കിലും അവന്റെ വേരിൽ തൊട്ടാൽ നിനക്ക് പുറത്തു വരാം. ഇങ്ങനെ അപ്പൂപ്പൻ വന്നതോട്. ഓടാ, അന്നേരം ഞാൻ അവന്റെ വയറ്റിലാകും. കുന്തമില്ലാത്തത് കൊണ്ട് 1/2 മണിക്കൂറിനകം അവിടെ എത്താനും പറ്റില്ല. അയ്യോ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ. വേഗം വേണേ. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുട്ടൂസം വരാൻ സമയമെടുക്കും. ലുട്ടാപ്പിയെ രക്ഷിക്കാൻ ഒരു സൂത്രമുണ്ട്. ഓം ഹ്രീം ലോം ലോം. അതോടെ മരത്തിന്റെ ഒരു കൊമ്പ് നീണ്ടു വന്ന് വേരിൽ തൊട്ടു. അയ്യോ, ഞാൻ എന്റെ വേരിൽ തൊട്ടേ. വേരാളി ഭൂതം തന്നെ വേരിൽ തൊട്ടതോടെ ഞാൻ എന്നെ വിഴുങ്ങുന്നേ. അമ്മോ. രക്ഷപ്പെട്ടു. അപ്പൂപ്പ എല്ലാം ഓക്കെയായി. വേരാളി മൂന്നും അവനെ തന്നെ തിന്നുകയാ. ഹിഹി. അയ്യോ. തിന്നു തീർക്കുന്നത് കണ്ടിട്ട് ഞാനങ്ങ് വരാം. ഹിഹി. കുട്ടൂസൊരു പാഴ്സലുണ്ട്. നല്ല മാന്ത്രിക സാധനമോ ജീവിയോ ആയിരിക്കും. അത് നിനക്ക് മനസ്സിലായി. ഹിഹി. വർഷം കുറയായി. ഇതല്ലേ പതിവ്. നീ പറഞ്ഞത് ശരിയാ. ഇത് ഗ്ലാസ് ഗർഗർ ചാത്തൻ. ഒരു പുൽ ചാടിയ. നോക്കട്ടെ, പാക്കറ്റ് തുറക്ക്. തുറക്കാം, പക്ഷെ പുല്ല് എന്ന വാക്ക് മിണ്ടരുത്. അതെന്താ? പുല്ല് എന്ന് കേട്ടാൽ പുൽച്ചാടി ഭീകര ജീവിയാവും. ബാക്കി ഞാൻ പറയാം. ഇവനെ രാജുവിന്റെയും രാധയുടെയും വീട്ടിൽ കൊണ്ടുവയ്ക്കും. പാക്കറ്റ് തുറന്ന് അവർ പുൽച്ചാടി എന്ന് പറയും. ഉടനെ ഇവൻ ഭീകരജീവിയായി രണ്ടിനെയും അകത്താക്കും. അല്ലേ? അത് തന്നെ പ്ലാൻ. നിനക്ക് ബുദ്ധിയുണ്ട്. ഇതറിയാൻ ഇത്ര ബുദ്ധിയൊന്നും വേണ്ട. സ്ഥിരം പരിപാടിയല്ലേ. ഹിഹി. ഡോങ്കിന് വരുന്നുണ്ട്. മായാവിയെ കിട്ടിക്കാണും. അത് നിനക്കെങ്ങനെ അറിയാം? ഊഹിച്ചതാ. വർഷം കുറയായില്ലേ. ഹിഹി. കുട്ടൂസ, മായാവിയെ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ. ഡോങ്കിന് ഗ്രാസ് ബർഗർ ചാത്തൻ വന്നിട്ടുണ്ട്. പുല്ല് എന്ന് കേട്ടാൽ ഭീകര ജീവിയാവുന്ന ചാത്തന. അയ്യോ പുല്ല്, പുൽപ്പരപ്പ്, പച്ചപ്പുല്ല്, പുൽമേട്, ഈ വാക്കുകളൊന്നും എന്റെ മുന്നിൽ പറയരുത്. പിന്നെ ഇതൊക്കെ എനിക്ക് പുല്ല, പോടാ പുല്ല് തുടങ്ങിയ ഡയലോഗൊന്നും പറയരുത്. ഓക്കേ, പറയില്ല. പുല്ലൂർ, പുല്ല് പൊടി, പുല്ലുവാമ തുടങ്ങിയ സ്ഥലപ്പേരുകളും പറയരുത്. ഇല്ലെന്നേ. കുട്ടൂസം പാക്കറ്റ് തുറക്ക്. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. പോയ വഴി പുല്ല് മുളച്ചില്ല തുടങ്ങിയ ചൊല്ലുകളും വേണ്ട. പുൽത്തൈലം തുടങ്ങിയ മണ്ണാങ്കട്ട, ഇതൊന്നും പറയില്ല. കുട്ടൂസൻ തുറക്ക്. എല്ലാവരും മാനസികമായി റെഡിയാണല്ലോ. തുറക്കാൻ പോകുന്നു. ഇത് ശരിക്കും മാനസികമാ. ഇങ്ങനെയുണ്ടോ പേടി? ഹിഹി. ഇതെങ്ങനെ തുറക്കും? ബട്ടൺ അമർത്തിയാൽ മതി. കണ്ടില്ലേ? പുഷ് എന്ന് എഴുതിയിട്ടുണ്ട്. തുറന്നു. നല്ല 100 വേണമെങ്കിൽ പുഷിന്റെ മറുവശത്ത് മറ്റേ വാക്കും കാണും. മറ്റേ വാക്കോ? പറയാൻ പറ്റില്ല. എഴുതി കാണിക്കാം. മണ്ണാ, ഇത് പുല്ലെന്നാ, പുല്ലല്ല. അയ്യോ, അത് പറയാൻ പാടില്ല.
നശിപ്പിച്ചു, രണ്ടും കൂടി നശിപ്പിച്ചു. അടുത്ത നിമിഷം അമ്മേ, അയ്യോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. വർഷം കുറയായില്ലേ? ഡുർ ഡുർ. ടോങ് ടോങ്. ഞേ, അയ്യോ, പറക്കുന്നളിക. അന്യഗ്രഹ ജീവികളാ. വേഗം അപ്പൂപ്പനെ വിവരം അറിയിക്കാം. അപ്പൂപ്പ, അപ്പൂപ്പ. നീ വന്നത് നന്നായി. ഞാൻ ഫോണിൽ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഒരു സന്തോഷ വാർത്തയുണ്ട്. മായാവിയെ കിട്ടി, ആ പിള്ളേരെയും കിട്ടി. അപ്പുറത്തൊരു മരത്തിൽ കെട്ടിയിരിക്കുകയോ. നമുക്കവരെ വല്ല കിണറ്റിലും തട്ടാം. വാ. ഇതിനേക്കാൾ വലിയ വാർത്ത പറയാം. അന്യഗ്രഹ ജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. അതെ, അവിടെ ഒരു പറക്കുന്നളിക വന്നിറങ്ങി. ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. എങ്കിൽ വാ, പറ്റിയ കക്ഷികളാണെങ്കിൽ പരിചയപ്പെടാം. പിള്ളേരെ തലികയിൽ കയറ്റിവിടാം. വൈകാതെ കുട്ടൂസൻ മന്ത്രവാദി. പറയൂ, എന്ത് വേണം? മലയാളം അറിയാമോ? ഞങ്ങൾക്ക് ഏത് ഭാഷയും പറയാൻ പറ്റും. എങ്കിൽ കാര്യം എളുപ്പമായി. ഒരു ഹെൽപ്പ് ചെയ്യാമോ? രണ്ടു പിള്ളേരെ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാമോ? ആ, ശരി. ആദ്യം ഈ വാഹനത്തിന്റെ കേടൊന്ന് തീർക്കട്ടെ. വണ്ടി ശരിയായി. എവിടെയാ പിള്ളേര്? കുറച്ചപ്പുറത്തോ. പിന്നാലും വന്നാൽ മതി, കാണിക്കാം. ഈ വണ്ടിയിൽ കയറിക്കോ. ഞങ്ങൾക്കും സ്വന്തമായി വണ്ടിയുണ്ട്. കുന്തം. കേറാമായിരുന്നു. ഇവന്മാരെ ഇത് വിശ്വസിക്കാൻ പറ്റില്ലടോ. റിസ്ക്. ടക് ടക്. അയ്യോ, മറന്നു. മായാവിക്കുപ്പി മഴയിലിരിക്കുകയോ. അതെടുത്തിട്ട് പോകാം. വണ്ടി ഇറക്ക്. ദാ ഇരിക്കുന്നു. അയ്യോ, മാറിക്കോ. നമ്മൾ ഇറങ്ങുന്നത് കണ്ടവന്മാരും ഇറങ്ങുന്നു. ടക് ടക്. ചിൽ. ചോദിച്ചോ, കുപ്പിയിലോ തളിക ഇറങ്ങിയത്? കുപ്പി വണ്ടി ടയർ പഞ്ചറായി. നാശം. ഈ മണ്ടന്മാരാ ഇതിനൊക്കെ കാരണം. അവന്മാരെ പിടിക്ക്, നമുക്ക് കൊണ്ടുപോകാം. അയ്യോ, എനിക്ക് പാസ്പോർട്ട് ഇല്ലയേ. നിവിൻ, ആ മേഘം കണ്ടു. വല്ലാതെ താഴ്ന്നാ പറക്കുന്നത്. എന്താണിത്? കൊട്ടൂസ, പിള്ളേരെ പിടിക്കുന്ന മേഘം. പിടിച്ചു അല്ലേ മുടുക്കൻ. അവനെ ഞാൻ പറഞ്ഞയച്ചതാ. ആരാവൻ? അതാണ് മേഘച്ചാത്തൻ. പിള്ളേരെ പിടിക്കാൻ ഞാൻ അവരെ വിട്ടത്. പിടിച്ചിട്ട് കൊറേ നേരമായല്ലോ. എന്താ എത്താത്തത്? മോനത്തൊക്കെ കറക്കൊന്ന് പേടിപ്പിക്കാൻ പറഞ്ഞിരുന്നു. അതോ വരുന്നുണ്ട്. അപ്പൂപ്പ, ഇതോ പിള്ളേര്. ഇതേതോ പിള്ളേര്? അപ്പൂപ്പൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയോ? ഞാൻ പറഞ്ഞത് രാജു, രാധ എന്നിവരെ പിടിക്കാനാ. ഇതവരല്ല. അതാണല്ലേ കാര്യം. ഞാനും വിചാരിച്ചു വേറെ പിള്ളേരെ കൊണ്ട് കുട്ടൂസൻ എന്താ കാര്യമെന്ന്. പക്ഷെ പറഞ്ഞ സ്ഥലം മണ്ണാകും കൊട്ട. തനിക്ക് ഞാൻ അവരുടെ ഫോട്ടോ തന്നതല്ലേ. ഫോട്ടോ കളഞ്ഞുപോയി. ചുമ്മാതല്ല ഡ്യൂപ്ലിക്കേറ്റ് പിള്ളേരെ കൊണ്ടുവന്നത്. വേഗം രക്ഷപ്പെടാം. മായാവിയും രാജുവും രാധയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൂട്ടുകാരെ, നമുക്കൊരു തമാശ ഒപ്പിക്കാം. പോയി ഒറിജിനൽ രാജുവിനെ രാധയെയും പിടിച്ചോണ്ട് വാടാ. അടുത്ത നിമിഷം അതോ വരുന്നു. രാജുവും രാധയുമാണല്ലോ. ഇതെങ്ങനെ? രക്ഷിക്കണേ.
കുട്ടൂസ ഒറിജിനൽ മേഘച്ചാത്തൻ അവനാണോ? സത്യം പറ, നീ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ആ വരുന്നതല്ലേ ഒറിജിനൽ മേഘച്ചാത്തൻ? ഓഹോ, വിളിച്ചു വരുത്തിയവരിലോട് പണിയും ചെയ്യിപ്പിച്ചിട്ട് അപമാനിക്കുന്നോ? ഒറിജിനൽ ആണോന്ന് ഞാൻ കാണിച്ചു തരാം. രണ്ടിനും ഞാൻ കടലിൽ എറിയും. അയ്യോ, രക്ഷിക്കണേ. അതെന്താ മേഘത്തിലൊരു തൂള? ചുമ്മാ അകത്ത് കയറി നോക്കാം. ശിശി ശിശി, കൊള്ളാമല്ലോ മേഘുക. ദപ്പ്. അടഞ്ഞോ? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. കുത്തി തുളച്ച് പുറത്തിറങ്ങാം. ടിങ്. പറ്റുന്നില്ല. മേഘം കരിങ്കല്ല് പോലെ. നിൽക്കാനും പറ്റുന്നുണ്ട്. അപ്പൂപ്പനെ വിളിച്ച് ചോദിക്കാം. ഇതിനകത്ത് റേഞ്ച് കിട്ടിയാൽ മതിയായിരുന്നു. ലുട്ടാപ്പി കാര്യം പറഞ്ഞപ്പോൾ എടോ, അത് ഒഴുങ്ങൻ മേഘമോ? അകത്ത് കയറുന്നവരെ കൂട്ടും. അയ്യോ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ സ്വന്തം സാധനം എന്തെങ്കിലും കൊടുത്താൽ മേഘം വായ തുറക്കും. സ്വന്തം സാധനമോ? എന്തു കൊടുക്കും? കുന്തം സ്വന്തമാണല്ലോ, കൊടുക്കാം. നീ കുന്തം തന്നിരിക്കുന്നു. വായ തുറക്ക്. തുറന്നു. അപ്പൂപ്പ പുറത്തെത്തി. കോൾ കട്ടായി. അയ്യോ, കുടുങ്ങി. കുന്തമില്ലാതെ ഞാൻ എങ്ങനെ താഴെ ഇറങ്ങും? ഞാൻ ഇത്ര മണ്ടനായല്ലോ. ഒന്നുകൂടി അകത്ത് കയറി കുന്തം എടുക്കാം. വേറെന്തെങ്കിലും കൊടുക്കാം. ദപ്പ്. അയ്യോ, കുന്തം കാണാനില്ല. അതിവ മിഴുങ്ങി. വാതിലും അടഞ്ഞു. ഇനി അവൻ വായ തുറക്കാൻ എന്തു കൊടുക്കും? ഫോൺ കൊടുക്കാം. അല്ലാതെ എന്തു ചെയ്യും? ഫോൺ എടുത്തു. വാതില് തുറക്കണേ. ആവൂ. ഛേ, പിന്നെയും മണ്ടത്തരം പറ്റി. താഴെ ഇറങ്ങാൻ അപ്പൂപ്പന്റെ മന്ത്രവിദ്യ വേണ്ടി വരും. അപ്പൂപ്പനെ വിളിക്കാൻ ഫോൺ വേണ്ടേ? ഫോണിന് പകരം ഈ ഉടുപ്പുമോ മറ്റോ ഊരി കൊടുത്താൽ മതിയായിരുന്നു. പിന്നീട് എന്നിട്ട് നീ എങ്ങനെ താഴെ ഇറങ്ങിയടാ? അത് മാത്രം ചോദിക്കരുത്. നാളേക്കേടാ. പറയടോ, ഞാൻ ആരോടും പറയില്ല. മായാവി എന്നെ കണ്ടു. തോളിലിരുത്തി താഴെ ഇറക്കി. അയ്യേ, വാട്ട് എ ഷെയിം. ഇതിലും നല്ലത് നീ മേഘത്തിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. ഛേ, ഛേ. കൂട്ടാലമ്മാവൻ രാവിലെ തന്നെ എങ്ങോട്ടാണാവോ പോക്ക്? പിന്നാലെ പോയി നോക്കാം. ഒരു ഗുഹ. താഴേക്ക് പടികളാണല്ലോ. അതൊരു കണ്ണാടി. പുട്ടാലോ, 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 പുട്ടാലോ. അയ്യോ, അതാ അമ്മാവൻ കേറി വരുന്നു. വിളിക്കാം. സ്വന്തം പേര് വിളിച്ചു പോവാനാണോ ഇങ്ങനെ ഇതുവരെ വന്നത്? ഓ ഓ ഓ അയ്യോ, ആന തീർന്നു. അമ്മാവന്റെ കഥ തീർന്നു. ഓ ഓ. അയ്യോ, അമ്മാവൻ ആനയെ പൊക്കി. ഓ ഓ. എറിഞ്ഞു. ഇതെങ്ങനെ ഇത്രയും ശക്തി കിട്ടി? മനസ്സിലായി. കണ്ണാടിയിൽ നോക്കി സ്വന്തം പേര് പറഞ്ഞിട്ടാ. അത് മാന്ത്രിക കണ്ണാടിയാ. അയ്യടാ. അപ്പോഴാണ് ഡാങ്കിനിയുടെ വരവ്. കയ്യിൽ മായാവി ഉണ്ടായിരുന്നു. അയ്യോ, ആന വരുന്നേ. അത് അവൻ തന്നെ. അമ്മാവൻ എറിഞ്ഞ ആന. എറിഞ്ഞ ആനയോ? നടന്നതെല്ലാം ലുട്ടാപ്പി പറഞ്ഞു. എന്നിട്ട് അമ്മമ്മേ, ഞാനിപ്പോ വരാം. ലുട്ടാപ്പി, 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 ലുട്ടാപ്പി. ഇപ്പോ ശക്തി കിട്ടിക്കാണും. വൈകാതെ ഇനി ഇവനെ ഫുട്ബോള് തട്ടുന്നത് പോലെ ഞാൻ തട്ടും. അയ്യോ, എവിടാടാ നിന്റെ ശക്തി? മരക്കഴുതേ. അമ്മോ, സത്യമായി 5 തവണ പേര് പറഞ്ഞപ്പോഴാണ് അമ്മാവന് ശക്തി കിട്ടിയത്. പിന്നീട് പേര് പറഞ്ഞിട്ടും ലുട്ടാപ്പിക്ക് എന്താ ശക്തി കിട്ടാതിരുന്നത്? സ്വന്തം പേര് പറഞ്ഞാൽ ശക്തിയൊന്നും കിട്ടില്ല. ശക്തി കിട്ടാൻ പുട്ടാലു മന്ത്രം ചൊല്ലുകയാ വേണ്ടത്. പുട്ടാലു പുട്ടാലു എന്ന് 5 തവണ ചൊല്ലുന്നതാ പുട്ടാലു മന്ത്രം. കുട്ടൂസനല്ലേ? അതെ. ആരോ? ഞാൻ വാട്സാപ്പിൽ ഉറക്കമാലിലെ ചാത്തനാ. ലുട്ടാപ്പി എന്റെ പിടിയിലുണ്ട്.
അയ്യോ കുട്ടൂസൻ കുടുങ്ങി. 100 കോഴികളെ എവിടുന്ന് കിട്ടും? കോഴികളെ തരാം. കുട്ടൂസനെ സഹായിക്കണം. മായാവി കേരള കുപ്പിയിൽ ഐഡിയ. കോഴി സംഘടിപ്പിക്കാൻ മായാവിയോട് പറഞ്ഞാലോ? എടാ 100 കോഴികളെ വേണം, എവിടെ കിട്ടും? കോഴിമന്ത്രം ചൊല്ലി ഒരു കല്ലെറിഞ്ഞ അത് വിരിഞ്ഞ് 100 കോഴി വരും. കല്ലോ? ഏതു കല്ല്? ഏതെങ്കിലും കല്ല്. കോഴി മന്ത്രം നിനക്കറിയാമോ? അറിയാം. അത് കലക്കി. എങ്കിൽ വേഗം എഴുതിക്കോ. അത് കഴിഞ്ഞ കുപ്പിയിൽ കയറിയിരുന്നു. അതേ സമയം എന്തിനാ ചിരിക്കുന്നത്? ബൂം. ഇവിടെ കുറുക്കൻ. ഞാൻ തന്നെ കുറുക്കനായി വന്നത്. കുറുക്കൻ മന്ത്രം കിട്ടി. അത് ചൊല്ലിയാൽ രാക്ഷസൻ കുറുക്കനാകാം. ഓ, നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കുട്ടൂസ, ഇത് പിടിച്ചോ. ഇതെന്തിനാ കല്ല്? ഈ മന്ത്രം ചൊല്ലി കല്ലെറിഞ്ഞാൽ 100 കോഴിയെ കിട്ടും. ഓ, അപ്പൊ ഡാങ്കിനിയൊന്നും അറിഞ്ഞില്ലേ? കുറുക്കനായി വന്നത് ഈ ലുട്ടാപ്പിയ. കോഴിയും കല്ലും ഒന്നും ഇനി വേണ്ട. അയ്യോ, അങ്ങോട്ട് എറിയല്ലേ. അങ്ങോട്ട് എറിഞ്ഞാൽ എന്താ പ്രശ്നം? ചിൽ. നശിപ്പിച്ചു. കുപ്പി ഉടയുന്ന ശബ്ദം കേട്ടില്ലേ? അത് തന്നെ പ്രശ്നം. തളർന്നു. കുറച്ചു നേരം ഇരിക്കാം. ദും ദും അതെന്താ ശബ്ദം? ദും ദും ദും. അടുത്തത്. ടക് ടക് ടക്. ഇതെന്തോ വിദ്യ? കല്ലും മരവും മാത്രമല്ല. ദിം ദിം. അമ്മടാ, ആ ചാത്തനായിരിക്കും ഇതിനു പിന്നിൽ. അതോ അവൻ മരത്തിൽ തൊടുന്നു. അമ്മേ, മരം ചാടിപ്പോയി. ചക് ചക്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ഇതിന്റെ വിദ്യ? ഞാൻ തൊട്ടാൽ എന്തും ചാടിപ്പോകും, അത്ര തന്നെ. വെരി ഗുഡ്. എങ്കിൽ വാ, 2 പിള്ളേരെ ചാടിക്കാനുണ്ട്. ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. ഇതെന്താ? എന്റെ വീട്ടിൽ ഇങ്ങനെയാ, കൈകൊണ്ട് തൊട്ടാൽ ചാടിപ്പോകില്ലേ? വല്ലാത്തൊരു ജീവിതമല്ലേ. കുറെ ദൂരം നടക്കാനുണ്ടോ? 1, 1.5, 2, 2.5, 3, 3.5 കിലോമീറ്ററേ ഉള്ളൂ. ഓഹോ, ചാടിക്കുന്ന ചാത്തനാണല്ലോ കൂടെ. ആ ലുട്ടാപ്പി വന്നിരുന്നെങ്കിൽ ലിഫ്റ്റ് കിട്ടിയേനെ. ലുട്ടാപ്പിയോ, അതാരാ? അങ്ങേർക്ക് ലിഫ്റ്റ് കച്ചവടമാണോ ജോലി? പറഞ്ഞു തീർന്നില്ല, അതാ നിൽക്കുന്നു. എടാ ലുട്ടാപ്പി, നീ എന്താ ഇവിടെ? ഇതുവഴി നേരെ പറഞ്ഞാൽ ഷോർട്ട്കട്ടാ. ഞങ്ങളും വരുന്നു. അപ്പുറത്തേക്കൊന്ന് ക്രോസ് ചെയ്താൽ വീടെത്തി. ഹഹാ, ഇത്തവണ എനിക്കൊന്നും ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നു. പിടിച്ചിരുന്നോ? ഇവന് സ്പീഡ് ഇത്തിരി കൂടുതലാ. ചാടിക്കും ചാത്തൻ കുന്തത്തിൽ തൊട്ടതോടെ. അയ്യോ, കുന്തം ചാടി. ദും ദും ദും. അമ്മ, ഹഹാ. എവിടെ? അവനൊരു കുഴിയിൽ കേറി വന്നു. അയ്യോ, നോക്കട്ടെ. ഇത് രാക്ഷസ ഉറുമ്പുകളുടെ താവളത്തിലേക്കുള്ള വഴിയായിരിക്കും. അയ്യോ, എങ്കിൽ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഒരു എലി ഇതൊന്നും അറിയാതെ കേറി പോകുന്നുണ്ട്. അവന്റെ കാര്യം കട്ടപ്പോകാം. ഉറുമ്പിന് ലഞ്ചിന് എലിയെ കിട്ടി. അവനല്ലേ കേറി വരുന്നത്? ഓ, അത് വലുതാകുന്ന കുഴിയാടാ ലുട്ടാപ്പി. ഇതിനകത്തേക്ക് കയറിയാൽ ആരും വലുതാവും. പക്ഷെ നമുക്ക് കേറാൻ പറ്റില്ല. സൈസ്
കുട്ടൂസ, ഒഴി ഉണ്ടാക്കി കളിക്കുകയാണോ? ഡോങ്കിനി മായാവിയെ കിട്ടിയോ? കിട്ടി. മരച്ചുമൂട്ടിൽ കിടന്നുറങ്ങുന്നു. കൈയോടെ പിടിച്ചു. ഇനി കുഴിയുടെ കാര്യം പറ. ഇതാണ് വലുതാകും കുഴി. കുട്ടൂസൻ കാര്യമെല്ലാം ഡാങ്കിനിയോട് പറഞ്ഞു. അയ്യടാ, എങ്കിൽ അതൊന്ന് കാണണമല്ലോ. വെയിറ്റ് ചെയ്യാം. എലിയോ ഉറുമ്പോ ഇനിയും വരും. അന്ന് വരാതിരുന്നാൽ മതി. അതോ പറ്റിയ ഒരുത്തൻ വരുന്നുണ്ട്. പിടിച്ച് കുഴിയിലിടാം. ക്രോം ക്രോം പിടിച്ചിടണ്ട, അവൻ തന്നെ ചാടി. ക്രോം. ഞേ. ക്രോം. അയ്യോ, ചിൽ. എന്താടാ ഇത്ര സന്തോഷം? ആ പശുവിനെ കണ്ടു ചിരിച്ചതാ. ഞേ, ഇതെന്തു പറ്റി? അല്ല, ഇതെന്തു പറ്റി? ഇത്രയും നീളം കുറഞ്ഞ പശു ഉണ്ടോ? നീളം കുറച്ചതാ. ആര്? ഞാൻ തന്നെ. ഒന്ന് തെളിച്ചു പറയടാ. ഞാൻ ഈ മാന്ത്രിക ചെരുപ്പിട്ട് ചവിട്ടിയതാ. ഇതിട്ട് ചവിട്ടിയാൽ എന്തിന്റെയും നീളം കുറയും. നോക്കട്ടെ, ഇങ്ങുതാ. നിന്റെ കുന്തത്തിനിരിക്കട്ടെ ഒരു ചവിട്ട്. അയ്യോ, എന്ത് പണിയാ കാണിച്ചത്? ഇനി എങ്ങനെ ഇതിലിരുന്ന് പോകും? അതിന് നീളം കൂട്ടിയാൽ പോരെ. എങ്ങനെ നീളം കൂട്ടുമെന്ന്? ഞാൻ ചെരുപ്പിൽ അതിനുള്ള വിദ്യയും ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. അത് വല്ലാത്ത വിചാരമായി പോയി. വിഷമിക്കണ്ടടാ, കൊട്ടൂസന്റെ കയ്യിൽ മന്ത്രം വല്ലതും കാണും. അതുവരെ എങ്ങനെ പോകും? വല്ല ഓട്ടോയും വിളിച്ചു പോകാം. പതുക്കെ എങ്ങും നടന്നാൽ മതിയടാ. നിന്റെ കോരം കണ്ടിട്ട് കരച്ചിൽ വരുന്നു. മിണ്ടല്ലേ. മായാവി, നീ ആ ചെരുപ്പിങ്ങുത്താ. ചെരുപ്പോ? അതെന്തിനാ? എന്തിനാണെന്ന് നോക്കിക്കോ. കണ്ടോ, മരത്തിന്റെ നീളം കുറഞ്ഞു. മായാവി അടുത്തെത്തി. കേറണ കുപ്പിയിൽ. അത് കലക്കി. വാട, കൊട്ടൂസൻ ഇതറിഞ്ഞാൽ തുള്ളിച്ചാടും. അപ്പൂപ്പന് നടുവേദനയാ, തുള്ളിച്ചാടാൻ സാധ്യതയില്ല. ഓട്ടോയൊന്നും വിളിക്കണ്ട, ഇതുവഴി ഷോർട്ട് കട്ട് ഉണ്ട്. ഈ പാലം കടന്നാൽ മതി. അയ്യോ, പാലം ചെറുതായി. അയ്യോ, ചെരിപ്പൂരാൻ മറന്നു. അയ്യോ, അമ്മേ. ചിൽ. ഒരു ദിവസം ലൊട്ടിലൊടുക്കിന്റെയും കുൽക്കുലുവാലിന്റെയും പരീക്ഷണശാലയിൽ അങ്ങനെ ചവിട്ട് ജിട്ടാപ്പി റെഡി. ഒറ്റ ചവിട്ട് കൊടുത്ത് എന്ത് ചോദിച്ചാലും കൃത്യം മറുപടി കിട്ടും. ദും ലൊട്ടിലൊടുക്കും ഗുൽഗുലുമാരും ആരൊക്കെയോ പറ. പേടിത്തൊണ്ടന്മാരായ ശാസ്ത്രജ്ഞർ. അവർ എന്ത് കണ്ടുപിടിച്ചാലും വിക്രമനും മൊത്തവും അത് കൊണ്ടുപോകും. ഇത്രയ്ക്ക് സത്യം പറയണമെന്നില്ല, അല്പം കുറച്ചോ. ഒട്ടും കുറയ്ക്കേണ്ട, ഞങ്ങളെല്ലാം കണ്ടു കേട്ടു. ഇത് ഞങ്ങളെടുക്കും. ദോഷങ്ങൾ. വൈകാതെ ദും കുട്ടൂസനിപ്പോ എവിടെയുണ്ടെന്ന് പറ. മായാവിയെ പിടിക്കാനുള്ള വഴി ആലോചിച്ച് വീട്ടിലിരിപ്പുണ്ട്. വൈകാതെ കുട്ടൂസ, ഇതെന്താണെന്ന് നോക്കിയേ. ഇതെന്താ? റോബർട്ടോ? ഇതാണ് ചവിട്ടു ജിട്ടാപ്പി. ഇവനെ ഒരു ചവിട്ട് ചവിട്ടി എന്ത് ചോദിച്ചാലും സത്യം പറയും. എന്നാൽ ഒരു ചവിട്ട് കൊടുത്ത് മായാവി എവിടെയാന്ന് ചോദിക്കാം. ദും പറയടോ, മായാവി ഇപ്പോൾ എവിടെയുണ്ട്? പുഴക്കരയിലുള്ള മരത്തിൽ ചാരി ഉറങ്ങുന്നു. വൈകാതെ കേറടാ കുപ്പിയിൽ. അയ്യോ, ചവിട്ടി ജിട്ടാപ്പി ആള് കൊള്ളാം. എനിക്ക് ഇവനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്നല്ല 10 കാര്യം ചോദിച്ചു. ദും പുട്ടാലോ കുളിക്കാൻ പോയി. വണ്ടി ഒന്ന് പുട്ടാലമ്മാവിന്റെ ഗുഹ വഴി തിരിച്ചു വിടുകയാണേ. ഓക്കെ ഓക്കെ. പുട്ടാലുവിന്റെ ഗുഹയ്ക്കടുത്ത് ജിട്ടാപ്പിക്കുട്ടൻ, നീ കുന്തം പിടിച്ചോ. ഞാൻ ഗുഹയിൽ ചെന്ന് വല്ലതും ഒപ്പിക്കട്ടെ. അധികം വെയിറ്റ് ചെയ്യിക്കരുത്.
അപ്പോഴാണ് കുട്ടാലു കുളി കഴിഞ്ഞു വന്നത്. എന്താടാ എല്ലാം കൂടി ഇവിടെ? അത് കുറച്ച് പച്ചമരുന്ന് പറിക്കാൻ വന്നതോ. ഇതാ കുരുത്തകറ്റവന്റെ കുന്തമാണല്ലോ. നീ അവന്റെ കൂട്ടുകാരനല്ലേ? എവിടെ ഉണ്ടടാ ലുട്ടാപ്പി? ദും അയ്യോ ചവിട്ടാതെ. കുട്ടാലുവിന്റെ ഗുഹയിൽ മോഷ്ടിക്കാൻ കയറിയിട്ടുണ്ട്. ഉടനെ തിരിച്ചു വരും. ഗുഡ്. കൂട്ടുകാരായാൽ ഇങ്ങനെ തന്നെ വേണം. ഡക്ക് പടേ, നീയൊക്കെ ഗുഹയിൽ കയറി മോഷ്ടിക്കുന്നല്ലടാ. ഹാവു, രക്ഷപ്പെട്ടു. നാശത്തിന്റെ മുതുകത്ത് ഒറ്റ ചവിട്ട് കൊടുത്ത് നടുവേദന മാറാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കടോ. കാല് പൊങ്ങുന്നില്ല. ഒരു ദിവസം കണ്ണാടി വിൽക്കാനാണോ? എന്താ വില? വിൽക്കാനല്ല. ഓ, ഇടയ്ക്കിടയ്ക്ക് മുഖം നോക്കാനാ അല്ലേ? കൊല്ലൊന്ന്. ഈ കണ്ണാടിയുടെ കളി കാണാം. ഇതിവിടെ ചോരി വെക്കാം. അയ്യോ, കൊമ്പുള്ള സിംഹം, ഓടിക്കോ. പേടിക്കണ്ട, ഇത് ഒറിജിനൽ സിംഹമല്ല, ഇല്ലാത്ത ജീവിയാ, വെറും തോന്നൽ. ഒറ്റ ഇടി ഇടിച്ചാൽ അത് കാണാതാകും. ബും. ഇതേ പോയി. ഈ കണ്ണാടി നിലത്ത് വെച്ചാൽ മതി. ഇല്ലാത്ത ജീവികൾ അതിനു നേരെ വന്ന് പേടിപ്പിക്കും. താഴെ വെച്ചാൽ ഇനിയും വരും. ദോ വരുന്നു പൂച്ചത്തലയുള്ള പാമ്പ്. ഇത്തവണ ഞാൻ ഇടിക്കാം. ടിം ബും. ഇത് കൊള്ളാം. മായാവി ഇത് കാണുന്നുണ്ടായിരുന്നു. ട്വിങ് 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 ട്വിങ്. സ്പ്രിങ് കാലുള്ള കുരങ്ങൻ, വാ വാ, ഇടിച്ചു പറത്താം. ടിം. വാ, നമുക്ക് രണ്ട് പിള്ളേരെ പേടിപ്പിക്കാം. പിള്ളേരോ? അതെ, രാജും രാധയും മഹാതരികിടകളാ. ഇനി വിദ്യ അറിയാത്തത് കൊണ്ട് അവർ പേടിച്ച് ബോധം കെടും. കാണിച്ചു തരാം. ഓഹോ, ദേ ഒരു ഓന പറന്നു വരുന്നു. താൻ ഇടിക്കണോ ഞാൻ ഇടിക്കണോ? ടിം. ഞാൻ തന്നെ ഇടിക്കാം. ആന വാങ്ങില്ല. ചിൽ. ഇത് ഒറിജിനലോ? ആരോ ചിറക് വെച്ച് കൊടുത്തതോ? അയ്യോ, ഇവിടെ അടുത്ത് എവിടെയോ ആണ് സ്ഥലം. എന്തൊരു കാട്. ആ, ഇത് തന്നെ. കുന്തത്തിൽ പറഞ്ഞപ്പോ കണ്ടില്ല. അതെങ്ങനെ? മരച്ചില്ലകൾ വളർന്ന് മറഞ്ഞു നിൽപ്പല്ലേ. ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാം. ചൂണ്ട കുന്തത്തിൽ തൊട്ടാൽ പിന്നെ നമ്മൾ പറയുന്നതെല്ലാം കിട്ടും. മീൻ കിട്ടുമോ? മീനല്ല, മാൻ വരെ കിട്ടും. നീ തൊട്ടു പറഞ്ഞു. കുപ്പിയിലെ മായാവിയുടെ വടി. ബ്ലാസ്. ദോ വരുന്നു. മായാവിക്കുപ്പി കുളത്തിലുണ്ടായിരുന്നു. അതല്ലടാ, ഏത് സാധനം എത്ര അകലെയാണെങ്കിലും ഈ കുളത്തിൽ ചൂണ്ടയിട്ടാൽ കിട്ടും. അത് കൊള്ളാമല്ലോ. എങ്കിൽ എനിക്കൊരു ചോക്ലേറ്റ് വേണം. ചൂണ്ട വെള്ളത്തിലിട്ടിട്ട് പറയാം. ചോക്ലേറ്റ്. പ്ലോക്ക്. അയ്യടാ. മുട്ടുവേദനയ്ക്ക് മരുന്ന്. ഗ്ലക്ക്. അതും വന്നു. ഇരിക്കാനൊരു കസേര പറയാം. ഒരു കസേര. ബ്ലോം. കസേര പ്ലാസ്റ്റിക്കാ നല്ലത്. പ്ലാസ്റ്റിക് പ്രകൃതിക്ക് കേടാണടാ. എന്താടാ ഒരു ശബ്ദം? പോയി നോക്കടാ. ദും ചച്ചിൽ. വല്ല അണ്ണാനുമായിരിക്കും. ചൂണ്ടയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് എടുക്കും. സ്റ്റൈലായിരിക്കും. അയ്യോ, അപ്പൂപ്പാ, ആനയോ. ചൂണ്ട വെള്ളത്തിലിട്ട കാര്യം കുട്ടൂസൻ ഓർത്തില്ല. ഓനയോ? എന്റെ അമ്മേ. അടുത്ത നിമിഷം ഗ്രാ! ചതിച്ചോ? ചൂണ്ടയിൽ ഓന.
ചിൽ. അയ്യോ, കുപ്പിയും പൊട്ടി. ആനേ കുട്ടൂസാ. ആനപ്പുറത്തൊരമ്മമ്മ. എടാ എന്നെ ഒന്ന് താഴെ ഇറക്കടാ. അയ്യോ. എന്റെ അമ്മയോ, മരിച്ചിട്ട് വർഷം 9 ചൂണ്ടയിട്ട് എന്റെ അമ്മയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ വന്നതാ. താഴെത്തിയോ? അവിടെ ആരെങ്കിലും കാണും, ചോദിക്കാം. ഹലോ ചേട്ടാ, കാടിന് പുറത്തേക്ക് വഴി ഏതാ? പിന്നെ നിന്നും വിളിച്ചോ, ലക്ഷണം മോശം. ലക്ഷണമോ? കടറേ. അയ്യോ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചില്ലേ, അതുകൊണ്ടാ ഇത് സംഭവിച്ചത്. പിന്നിൽ നിന്ന് വിളിക്കുന്നത് നല്ല ലക്ഷണമല്ല. ലക്ഷണം നല്ലതോ മോശമോ എന്ന് ഈ ലക്ഷണ തലയോട്ടി വിളിച്ചു പറയും. നല്ല ലക്ഷണമാണെന്ന് തലയോട്ടി പറഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കും. മോശമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യവും. ഓ, ലക്ഷണം മോശമാണെന്ന് തലയോട്ടി പറഞ്ഞപ്പോഴാ കൊമ്പൊടിഞ്ഞ് വീണത് അല്ലേ? അതെ. അതാ ഒരാട്. ആടിനെ കണ്ടേ അത് നല്ല ലക്ഷണമാ. എങ്കിലിപ്പോൾ ഒരു നല്ല കാര്യം നടക്കും. ഡും. ഇത് അയ്യടാ, നടന്നു. നല്ല കാര്യം നടന്നു. ഛേ, അടി കയ്യിൽ നിന്ന് വഴുതി വീണു. കേറടാ കുപ്പിയിൽ. അതാ 2 മൈനകൾ. അതിനെന്താ പ്രത്യേകത? ഇരട്ട മൈനയെ കണ്ടേ അത് നല്ല ലക്ഷണമാ. കേട്ടില്ലേ, ഇത് തന്നെ പ്രത്യേകത. ദേ, ഒരു നല്ല കാര്യം, 10ന്റെ നോട്ട്. ഈ പരിപാടി കൊള്ളാം. ആ, നമുക്ക് ഒരുമിച്ച് നടക്കാം. അടുത്ത നല്ല കാര്യം എനിക്ക് തരണേ. അതാരാ പോയത്? അയ്യോ, കറുത്ത പൂച്ച. കറുത്ത പൂച്ച കുറുകെ ചാടുന്നത് മോശം ലക്ഷണമാ. മോശം കാര്യം ഉടനെ നടന്നു. ദും ഹൊമ്മോ, പാറക്കല്ല്. ചിൽ. ദും.